അപ്പോൾ കൊച്ചിനെ നോട്ടും നമ്മുടെ വർക്കും അതുപോലെ അടുക്കളയിലെ പണിയും എല്ലാം കൂടെ ആയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക തീ പിടിച്ച് നടക്കുമായിരുന്നു ഒരു ദിവസം മൊത്തം. അപ്പം നമ്മളൊന്ന് തണുപ്പിക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ കുഞ്ഞുവാവയും കൂട്ടിയാണ് നമ്മൾ ഇറങ്ങിയത്. അല്ലാതെ നമുക്ക് എല്ലാവർക്കും കൂടെ ഇറങ്ങാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് തന്നെ നമ്മൾ വീട്ടിനുള്ളിൽ ലോക്ക്ഡ് ആയിരുന്നു കേട്ടോ. മറ്റേത് നമ്മൾ മമ്മിയൊക്കെ ഉണ്ടായിരുന്നപ്പം മമ്മീനെ ഏൽപ്പിച്ചിട്ട് നമുക്കൊന്ന് ഫ്രീ ആവാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അത് മാത്രമല്ല കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഹെക്റ്റിക്കായിട്ടാണ് ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഒരു ഫ്രീ ടൈം ഇല്ല. അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക വീട്ടിൽ ഇരുന്ന് തന്നെ ശ്വാസം മുട്ടുക എന്ന് പറയില്ലേ, അതൊരവസ്ഥയായിരുന്നു. അതിൽ നിന്നൊരു മോചനം നേടാനായിട്ടാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയത്. കൊച്ചിനെയും കൊണ്ടങ്ങ് ഇറങ്ങിയേക്കാമെന്ന് വെച്ചു. അല്ലാതെ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ കെട്ടിയവനും നല്ല ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണേലും എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയപ്പോൾ നല്ലൊരു എന്താ പറയുക റിലീഫായിരുന്നു. കുറേ നേരമൊക്കെ കുഞ്ഞിപ്പെണ്ണിനെ നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. കുറേ നേരമൊക്കെ അവൾ അനങ്ങാതെ ഇരുന്നു. അത് കഴിഞ്ഞ് പയ്യെ ഒന്ന് ഞെളിവരി കൊള്ളാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഏകദേശം അവളുടെ ഒരു മൂഡ് മാറുമ്പം നമുക്കറിയാൻ പറ്റും. ആദ്യമൊക്കെ പാട്ടൊക്കെ പാടിയിരിക്കുക, പാട്ട് പാടിയല്ല, ചെറിയ ഒരു ഈസി ആയിട്ട് ഇരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പയ്യെ ഞെളിവരി കൊള്ളാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മിരിമിരിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ കാർച്ചയാണ് അവസാന സ്റ്റെപ്പ്. ചിലപ്പോൾ ഉറക്കം വന്നിട്ടാവാം, അവർ മടുത്തിട്ടാവാം ഒരേ പൊസിഷനിലൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഗാർലിക് ബ്രെഡ് കഴിക്കുമ്പോൾ അവളും അത് തട്ടിപ്പറിച്ചെടുക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്താണേലും കുഞ്ഞു വാവയും കൊണ്ടുള്ള ഔട്ടിംഗ് ഒക്കെ രസമാണ്. നമ്മുടെ സ്ട്രോളറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പോൾ അവൾ സ്ട്രോളറിൽ എണീറ്റിരിക്കും കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറിഞ്ഞൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഒരു പ്രായത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെ ഇങ്ങനെ എടുത്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈവനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ഈവനിങ് എങ്ങനെ ഉണ്ടായിരുന്നു?